ഈശ്വമിശിഹായ്ക്ക് സ്തുതിയാകട്ടെ. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭ മാതാവ് നൽകിയിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈശോ ഇന്ന് നമ്മളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ ഉള്ളിൽ ഇരുട്ടാണോ അഥവാ പ്രകാശമാണോ? ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലമ്മ രാത്രിയായാൽ ഒരു ചെറിയ വിളക്ക് തെളിയിക്കും. ആ ചെറിയ പ്രകാശമാണ് ആ വീട്ടിലെ കുട്ടികൾക്ക് ആശ്വാസമായിരുന്നത്, പഠിക്കുവാനും പ്രാർത്ഥിക്കാനുമൊക്കെ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതവും ഒരു ചെറിയ വിളക്കാണ്. നമ്മുടെ ഒരു നല്ല വാക്ക് വിഷമിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിനെ ആശ്വാസമേകുവാൻ സഹായിക്കും. നമ്മുടെ ക്ഷമ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ സഹായിക്കും. ഈശോ പറയുന്നു, വിളക്കൊരിക്കലും മറച്ചു വയ്ക്കരുത്, അത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതാണ്. ദൈവം നമുക്ക് നൽകിയ സ്നേഹം, കരുണ, വിശ്വാസം അതെപ്പോഴും മറ്റുള്ളവർക്കായി തെളിയട്ടെ. ഈ ഈശോ വീണ്ടും പറയുന്നു, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന മകൻ കൂട്ടുകാരനെ പറ്റി തിന്മ പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ അമ്മ അവനെ പൊടി പിടിച്ച മലിനമായ ജനാലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി പുറത്തത്തെ സുന്ദരമായ കാഴ്ചകൾ അവനെ കാണിച്ചു. അമ്മയോട് മകൻ പറഞ്ഞു, എനിക്കൊന്നും ക്ലിയറായി കാണാൻ സാധിക്കുന്നില്ല, എല്ലാം മങ്ങിയിരിക്കുന്നു. അപ്പോൾ അമ്മ ഗ്ലാസ് സുന്ദരമായി തുടച്ചു. മകനെ പുറത്തത്തെ കാഴ്ചകൾ മനോഹരമായി കാണാൻ സാധിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ ലോകമല്ല മങ്ങിയത്, മറിച്ച് നമ്മുടെ കാഴ്ചയാണ് മങ്ങിയത്. നമ്മുടെ ഹൃദയത്തിലുള്ള അസൂയ, അഹങ്കാരം, കോപം മുതലായവ നമ്മുടെ കണ്ണിനെ ഇരുണ്ടതാക്കി മാറ്റും. നമ്മുടെ കാഴ്ച ശുദ്ധമാക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശിക്കും. ഈശോ ഫരിസേയരോട് പറയുന്നു, നിങ്ങൾ ഒരു പാത്രത്തിൻ്റെ പുറം വൃത്തിയാക്കുന്നു, പക്ഷേ ഉള്ളിൽ ദുഷ്ടതയും കൊള്ളയും. ഒരു മനുഷ്യൻ ദേവാലയത്തിലും സമൂഹത്തിലും നല്ലവനായും ഭക്തനായും കാണപ്പെട്ടു. എല്ലാവരുടെയും മുൻപിൽ നല്ലവൻ, പക്ഷെ വീട്ടിലെത്തിയാൽ സ്നേഹമില്ലാത്തവൻ, കഠിന ഹൃദയം, ഒട്ടും ക്ഷമിക്കാത്തവൻ. തൻ്റെ കൊച്ചുമകൾ അപ്പയോട് ചോദിച്ചു, പപ്പയെ എല്ലാവർക്കും പള്ളിയിൽ ഇഷ്ടമാണ്, പക്ഷെ വീട്ടിലെത്തിയാൽ ഞങ്ങളോടൊട്ടും സ്നേഹമില്ലല്ലോ. ആ ഒരു ചോദ്യം അവൻ്റെ ഹൃദയം തുളച്ചു. പിന്നീട് അവൻ കുട്ടികളോടൊപ്പം സ്നേഹത്തോടെ പെരുമാറി. പ്രിയ കൂട്ടുകാരെ, ദൈവം പുറം നോക്കുന്നില്ല, ദൈവം മനസ്സ് നോക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സത്യമായിരിക്കണം. നമ്മൾ ദാനം ചെയ്യുമ്പോൾ അതിൽ കരുണയുണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ നീ പ്രകാശമാകണമേ, എൻ്റെ കണ്ണുകൾ നീ ശുദ്ധമാക്കണമേ, എൻ്റെ പുറമേ കാണുന്ന ഭക്തി ഉള്ളിൽ സത്യമാകണം. എൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി ഒരു ചെറിയ വിളക്കായിരിക്കട്ടെ. ആമേൻ.